ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ഫെബ്രുവരി 26 വ്യാഴം. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക. ഒന്ന്, യഥാർത്ഥ നിക്ഷേപം പറയുന്നു. 2, കണ്ണ് ശരീരത്തിന്റെ വിളക്ക് എന്ന് പറയുന്നു. 3, 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നു. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കും, അവിടെയാണ് നിന്റെ ഹൃദയം എന്ന് പറഞ്ഞു വെക്കുക. അപ്പൊ നിന്റെ ഹൃദയം സ്വർഗത്തിലായിരിക്കണം. രണ്ടാമത്, കണ്ണ് പരിശുദ്ധമാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും എന്ന് പറയുക. അപ്പൊ നിന്റെ കാഴ്ചപ്പാടുകൾ നിന്റെ ശരീരം പ്രകാശത്തിലായിരിക്കണം. മൂന്നാമതായിട്ട് പറയാണ്, 2 യജമാനന്മാരെ ഒരേപോലെ സേവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തെയും മാമോനെയും ഒരേപോലെ സേവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. നിന്റെ മൈൻഡ് ഒരു യജമാനിലെ ചേർന്ന് നിൽക്കത്തുള്ളൂ. സുഹൃത്തെ, ഒന്നുകൂടെ പറയാം. നിന്റെ ഹൃദയം സ്വർഗത്തിലായിരിക്കണം, നിന്റെ ശരീരം കുറ്റമറ്റതായിരിക്കണം, നിന്റെ കാഴ്ചപ്പാടുകൾ കുറ്റമറ്റതായിരിക്കണം, നിന്റെ മൈൻഡ് സെറ്റപ്പ് ഒരു യജമാനിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം ദൈവത്തിന് ഇണങ്ങിയ ജീവിതമായിരിക്കും. ഈ നോമ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ നീ പരിശോധിക്കേണ്ട ഈ 3 മേഖലകളാണ്. നിന്റെ ഹൃദയം എപ്രകാരമാ? ഹൃദയം സ്വർഗത്തിലാണോ ഉടക്കിയിരിക്കുക, അതോ ഭൂമിയിലെ നിക്ഷേപങ്ങളിലാണോ? നിന്റെ കാഴ്ചപ്പാടുകൾ, നിന്റെ ശരീരം പ്രകാശത്തിലാണോ? കാഴ്ചപ്പാടുകൾ പ്രകാശത്തിലാണോ? അങ്ങനെയാണ് നിന്റെ ജീവിതം മുഴുവൻ പ്രകാശിക്കും. മൂന്നാമതായിട്ട്, നീ ദൈവത്തെ ആണോ സേവിക്കുക? അത് 2 വഞ്ചിയിൽ കാല് വെച്ചുകൊണ്ടുള്ള യാത്രയാണോ? ദൈവത്തെ സേവിക്കുകയാണെങ്കിൽ നീ പ്രയോറിറ്റി എല്ലാ മേഖലയിലും കൊടുക്കേണ്ടത് നിന്റെ ദൈവത്തിനാണ്. നോമ്പുകാലമാണ്, നീ വിലയിരുത്തണം. നീ നിന്റെ ജീവിതത്തില് മാറ്റങ്ങൾ കൊണ്ടുവരണം. അതിന്റെ കർത്താവ് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിനക്ക് ചേർന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട്, സ്വർഗത്തില് കണ്ണുകൾ വയ്ക്കുവാനായിട്ട്, മൈൻഡില് നിന്നെ മാത്രം പൂജിക്കുവാനായിട്ട്, ശരീരത്തെ പ്രകാശത്തിൽ കാത്തു സംരക്ഷിക്കുവാനായിട്ട് എന്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.